Hello friends, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസൈൻ ഓഫ് RCC സ്ട്രക്ചേഴ്സിൻ്റെ ഡിസൈൻ ഫിലോസഫീനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ചെയ്യുന്ന ഓരോ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ ഡിസൈനും ഒരു ഡിസൈൻ ഫിലോസഫീനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ മൊമെൻറ്റം കാൽക്കുലേഷൻ്റെ ഇക്വേഷൻ ആണെങ്കിലും ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കുകയാണെങ്കിലും ഇതിനെല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരോ ബേസിക് അസംഷൻസ് എന്ന് പറയുന്നത് ഈ ഡിസൈൻ ഫിലോസഫിയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള ഡിസൈൻ ഫിലോസഫീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കിവിടെ 4 ഡിസൈൻ ഫിലോസഫികളാണുള്ളത്. ഒരെണ്ണം വർക്കിംഗ് സ്ട്രെസ് ഡിസൈൻ, ദെൻ അൾട്ടിമേറ്റ് ലോഡ് ഡിസൈൻ, ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ ആൻഡ് പെർഫോമൻസ് ബേസ്ഡ് ഡിസൈൻ. ഇനി ഇത് ഓരോന്നിനെയും കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യമായി കണ്ടുപിടിച്ചിട്ടുള്ള മെത്തേഡാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. ഈ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ അതിന് ഒരുപാട് ഡ്രോബാക്സുകളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന് ഇറ്റ് ഈസ് എ ട്രഡീഷണൽ മെത്തേഡ്. ഇവിടെ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്ട്രെസ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഉണ്ടാകാവുന്ന സ്ട്രെസ്സിൻ്റെ വേരിയേഷൻസിനെ അല്ലെങ്കിൽ സൈറ്റിൽ വരാൻ ഇരിക്കുന്ന അൺഎക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ചേഞ്ചസ് ഇൻ ദി സ്ട്രെസ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുത്തിട്ടുണ്ട്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ സ്ട്രെസ് ഇസ് അഡോപ്റ്റഡ്. ആൻഡ് ദെൻ ഇവരുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഇസ് ലീനിയർലി റിലേറ്റഡ്. ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ് കൊടുത്തിട്ടുള്ളത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിന്. പക്ഷേ നമുക്കറിയാം, ഒരു കോൺക്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലീനിയാരിറ്റി ഒരു വളരെ ചെറിയ സ്ട്രെസ് ലെവലിൽ തന്നെ അതിന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അല്ലേ. ലീനിയർ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് അല്ല അതിനുള്ളത്. ദെൻ ഡിസൈൻ ഈസ് ബേസ്ഡ് ഓൺ ഇലാസ്റ്റിക് തിയറി ഓഫ് ബെൻഡിങ്. ഹുക്സ് ലോനെ ബേസ് ചെയ്തിട്ടാണ് വർക്കിംഗ് സ്ട്രെസ് ഡിസൈൻ ഉള്ളത്. ഫ്രം ദ ന്യൂട്രൽ ആക്സിസിൽ സ്ട്രെസ് ആണെങ്കിലും സ്ട്രെയിൻ ആണെങ്കിലും 0 ആണെന്നും ന്യൂട്രൽ ആക്സിസിൽ നിന്നും മുകളിലോട്ടോ താഴോട്ടോ പോകുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ലീനിയർലി വേരി ചെയ്യുകയും എക്സ്ട്രീം ഫൈബറിൽ എത്തുമ്പോഴത്തേക്കിനും ആ സ്ട്രെയിനും സ്ട്രെസ്സും മാക്സിമം ആകുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഉള്ളത്. സോ അതിൻ്റെ അസംഷൻസ് നോക്കാം. അസംഷൻസ് എന്ന് പറയുന്നത് എ സെക്ഷൻ ബിഫോർ ബെൻഡിങ് റിമെയിൻസ് പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ആക്സിസിന് മുകളിലുള്ളതും ന്യൂട്രൽ ആക്സിസിന് താഴെയുള്ളതുമായിട്ടുള്ള ഏരിയ ബിഫോർ ബെൻഡിങ്ങിനും ആഫ്റ്റർ ബെൻഡിങ്ങിനും സെയിം ആണ്. ഓക്കെ, എ സെക്ഷൻ ബിഫോർ ബെൻഡിങ് റിമെയിൻസ് പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ്. ആ അസംഷനെ ബെർണോളിസ് അസംഷൻ എന്ന് പറയും. ദെൻ നെക്സ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ബോണ്ട് ബിറ്റ്വീൻ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ഈസ് പെർഫെക്റ്റ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. സ്റ്റീലും കോൺക്രീറ്റും പെർഫെക്റ്റ്ലി ബോണ്ടഡ് ആണ്. പക്ഷേ നോർമൽ കേസിൽ പെർഫെക്റ്റ് ബോണ്ടിങ് ഇല്ല. സ്റ്റീൽ എപ്പോഴും കോൺക്രീറ്റിൽ നിന്ന് വിട്ടുപോരുന്നില്ലേ? സ്റ്റീൽ ബിഹേവ് ചെയ്യുന്ന പോലെയാണോ കോൺക്രീറ്റ് ബിഹേവ് ചെയ്യുന്നത്? സ്റ്റീലിന് എപ്പോഴും കുറച്ചും കൂടെ എന്താണ് ഈൽഡിങ് ക്യാരക്ടറിസ്റ്റിക് ആണ് കൂടുതൽ അല്ലേ. അതിന് ഈൽഡ് ചെയ്യാൻ കഴിയും. പക്ഷെ കോൺക്രീറ്റ് എന്താണ്? ബ്രിട്ടിൽനെസ് ആണ്. കോൺക്രീറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോരും അല്ലേ. സോ കോൺക്രീറ്റും സ്റ്റീലും ഒരിക്കലും പെർഫെക്റ്റ്ലി ബോണ്ടഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അതിൽ രണ്ട് നേച്ചറാണ്. ആൻഡ് കോൺക്രീറ്റ് ഈസ് ഇലാസ്റ്റിക്. ഒരിക്കലും കോൺക്രീറ്റ് ഇലാസ്റ്റിക് അല്ല. ഇലാസ്റ്റിസിറ്റി ഉണ്ടോ കോൺക്രീറ്റിന്? കോൺക്രീറ്റ് ഈസ് ബ്രിട്ടിൽനെസ് ആണ്. കോൺക്രീറ്റിൻ്റെ ഇലാസ്റ്റിസിറ്റി വളരെ ചെറിയൊരു സ്ട്രെസ് ലെവലിൽ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആൻഡ് ദെൻ അക്കോർഡിംഗ് ടു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് മോഡുലാർ റേഷ്യോ ഇസ് ഈക്വൽ ടു, മോഡുലാർ റേഷ്യോ M എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. മോഡുലാർ റേഷ്യോ ഇസ് ഈക്വൽ ടു 280/3 സിഗ്മ CB. അതിൽ സിഗ്മ CB എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദി കോൺക്രീറ്റ് അറ്റ് 28 ഡേ കംപ്രസീവ് സ്ട്രെങ്ത് അല്ലേ. 28 ഡേയിലെ സ്ട്രെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് എന്താണ്? നോട്ട് ഇലാസ്റ്റിക് നമ്മൾ നേരത്തെ പറഞ്ഞു. ആൻഡ് ദെൻ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇവിടെ സ്ട്രെസ്സിന് മാത്രമേ എടുത്തിട്ടുള്ളൂ, ലോഡിന് എടുത്തിട്ടില്ല. ലോഡും ചേഞ്ച് ചെയ്യാൻ പോകുന്ന സാധനമാണ് അല്ലേ. ലോഡും ഭാവിയിൽ ചേഞ്ച് ചെയ്യാം. ദെൻ ലോഡ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് മാത്രമായിരിക്കില്ല ചിലപ്പോൾ സ്ട്രെസ്സിൽ വേരിയേഷൻസ് ഉണ്ടാവാം. മെറ്റീരിയലിൻ്റെ ക്രോസ് സെക്ഷണൽ വാല്യൂസ് അനുസരിച്ച് സ്ട്രെസ്സിൽ വേരിയേഷൻ ഉണ്ടാവാം. മെറ്റീരിയലിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ട് സ്ട്രെസ്സിൽ വേരിയേഷൻ ഉണ്ടാവാം അല്ലേ. അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ആകെ സ്ട്രെസ്സിന് മാത്രമേ ഫാക്ടർ ഓഫ് സേഫ്റ്റി എടുത്തിട്ടുള്ളൂ, ലോഡിന് എടുത്തിട്ടില്ല. ദെൻ
നെക്സ്റ്റ് ഡ്രോബാക്ക് എന്ന് പറയുന്നത് shrinkage ആൻഡ് ക്രീപ്പ് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഇതിനില്ല. ആൻഡ് ദെൻ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് ഇഗ്നോർഡ്. നോർമലി കോൺക്രീറ്റിന് ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്. കോൺക്രീറ്റിന് കംപ്രഷൻ മാത്രമല്ല, ഒരു 10-12% ടെൻഷൻ എടുക്കാനുള്ള കഴിവും കോൺക്രീറ്റിനുണ്ട്. പക്ഷേ അക്കോർഡിംഗ് ടു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് കോൺക്രീറ്റിൻ്റെ എന്തെടുത്തിട്ടില്ല, ടെൻഷൻ ക്യാരിയിങ് കപ്പാസിറ്റി എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചില ഉണ്ടാക്കുന്ന സെക്ഷൻ കുറച്ചും കൂടി എന്തായിരിക്കും, തിക്ക് സെക്ഷൻസ് ആയിരിക്കും. അതിൻ്റെ ഒറിജിനൽ സ്ട്രെങ്ത് ഇവർ എടുക്കുന്നില്ല. കോൺക്രീറ്റിൻ്റെ ഫുൾ സ്ട്രെങ്ത് ഇവിടെ എടുക്കാത്തത് കൊണ്ട് തന്നെ കുറച്ചും കൂടി തിക്കർ അൺഎക്കണോമിക്കൽ സെക്ഷൻസ് ആയിരിക്കും വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി അടുത്ത മെത്തേഡാണ് അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു മെത്തേഡാണ്. നമ്മൾ പറഞ്ഞു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ സ്ട്രെസ്സിനാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുക്കുന്നതെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൽ ലോഡിനാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുക്കുന്നത്. ആ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ലോഡ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ലോഡ്. അതായത് വർക്കിംഗ് ലോഡ് എന്ന് പറയുന്നത് സൈറ്റിൽ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിൽ വരുന്ന ലോഡാണ്. അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ലോഡാണ്. നമ്മളെപ്പോഴും ഫ്യൂച്ചറിലായിട്ടുള്ള ചേഞ്ചസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുക. സോ ആക്ച്വലി സൈറ്റിൽ വരുന്നതിനേക്കാൾ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂ, ദാറ്റ് ഇസ് അൾട്ടിമേറ്റ് ലോഡ് വാല്യൂ. അത് വെച്ചിട്ടാണ് എപ്പോഴും ഡിസൈൻ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത്. ആൻഡ് ദെൻ ലോഡ് ആൻഡ് സ്ട്രെസ് റിലേറ്റഡ് നോൺ ലീനിയർലി അപ് ടു ദി കൊളാപ്സ്. ഇവിടെ കണ്ടോ, സ്ട്രെസ് എന്ന് പറയുന്നത് ലീനിയർ വേരിയേഷൻ അല്ല, ഇവിടെ നോൺ ലീനിയാരിറ്റി വരുന്നുണ്ട്. ഇതും അൾട്ടിമേറ്റ് ലോഡ് തിയറിയുടെ വ്യത്യാസമാണ്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ഇത് ലീനിയർ റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷേ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൽ അത് ലീനിയർ റിലേഷൻഷിപ്പ് അല്ല, നോൺ ലീനിയർ ആണ്. ഇനി അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിറ്റ്നീസ് സ്ട്രെസ് ബ്ലോക്ക് ആണ്. വിറ്റ്നീസ് സ്ട്രെസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ നോൺ ലീനിയർ വേരിയേഷനെ കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടി വിറ്റ്നി എന്ത് ചെയ്തു, ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആക്കി കൺവേർട്ട് ചെയ്തു. വിത്ത് വിഡ്ത്ത് കെ സിഗ്മ സി യു ആൻഡ് ഡെപ്ത് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആക്കി കൺവേർട്ട് ചെയ്തു. ഇനി അൾട്ടിമേറ്റ് ലോഡിൻ്റെ അസംഷൻസ് ആൻഡ് ഡ്രോബാക്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് അസംഷൻ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൻ്റെയും സെയിം ആണ്. എ സെക്ഷൻ ബിഫോർ ബെൻഡിങ് റിമെയിൻസ് പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ്, ദാറ്റ് ഇസ് ബെർണോളിസ് അസംഷൻ. ദെൻ അൾട്ടിമേറ്റ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ് ആർ നോട്ട് പ്രൊപ്പോർഷണൽ, അല്ലേ, അതിന് പാരാബോളിക് വേരിയേഷൻ ആണുള്ളത്, ലീനിയർലി പ്രൊപ്പോർഷണൽ അല്ല. കംപ്രസീവ് സ്ട്രെസ് ഡയഗ്രാം മേ ബി അസ്യൂംഡ് ആസ് റെക്റ്റാങ്കിൾ ട്രപ്പിസോയിഡ് പരാബോള. അതായത് നമ്മളിവിടെ കണ്ടു, ഇതെന്താണ്, ഒരു റെക്റ്റാങ്കിൾ ട്രപ്പിസോയിഡ് പാരാബോളിക് വേരിയേഷനാണ് ഈ സ്ട്രെസ് ബ്ലോക്കിനെ അവർ എടുത്തിട്ടുള്ളത്. അത് വേറൊരു അസംഷനാണ്. ആൻഡ് ദെൻ മാക്സിമം ഫൈബർ സ്ട്രെസ് എന്ന് പറയുന്നത് 0.68 സിഗ്മ സി യു. അത് നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിതിന് ഓരോന്നിനെയും കുറിച്ചുള്ള ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇതിലുള്ള മാക്സിമം ഫൈബർ സ്ട്രെങ്ത് ഈ സിഗ്മ സി യു എന്ന് പറയുന്നത് 0.68 സിഗ്മ സി യു ആണെന്നും, then Whitney's theory replaces the diagram with a rectangular block with height 0.43d and width 0.55 sigma cu. എങ്ങനെയാണ് നോക്കാം, ഇവിടെ കണ്ടോ, ഇതിൽ ഈ വാല്യൂ, ഈ എ എന്ന് പറയുന്ന വാല്യൂ, എ എന്ന് പറയുന്നത് 0.43d ആണെന്നും കെ സിഗ്മ സി യു എന്ന് പറയുന്നത് 0.55 സിഗ്മ സി യു ആണെന്നാണ് വിറ്റ്നീസ് സ്ട്രെസ് ബ്ലോക്കിൻ്റെ അസംഷൻ. ഇവിടെയും ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് ഇഗ്നോർഡ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എക്കണോമിക്കൽ ഡിസൈൻ ആയിരിക്കില്ല. ഇനി ഡ്രോബാക്സ് തന്നെയാണ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ ലോഡാണ്, സ്ട്രെസ്സിനില്ല. ദെൻ അക്കോമഡേറ്റ് ശ്രിങ്കേജിനെയും ക്രീപ്പിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് ഇഗ്നോർഡ്. നമുക്കൊരു തിയറി ക്വസ്റ്റ്യൻ വരികയാണ്, ഡിസൈൻ ഫിലോസഫീനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടൊരു തിയറി ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എപ്പോഴും അസംഷൻസും ഡ്രോബാക്സും കോളമാക്കി തിരിച്ചെഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യാം. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം എഴുതി തീർക്കാനും പറ്റും. ഒരുപാട് ഇരുന്നിങ്ങനെ വാരി വലിച്ചെഴുതുന്നതിനെക്കാട്ടിലും പോയിന്റ്സ് ആക്കി എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് ബ്ലോക്ക്, സ്ട്രെയിൻ ബ്ലോക്ക്, അതിൻ്റെ ക്രോസ് സെക്ഷൻ, വിറ്റ്നസ് സ്ട്രെസ് ബ്ലോക്ക്, ഇങ്ങനെയുള്ള ഈ ഡയഗ്രാം അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ഈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ഫിലോസഫീസ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഡിസൈൻസും ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ലിമിറ്റ് സ്റ്റേറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡയഗ്രാമും അതിൻ്റെ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക്
നോക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അസംഷൻസും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് അല്ല, നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിനേക്കാളും അതുപോലെ തന്നെ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിനെക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. കാരണം ഇവിടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ ലോഡ് ആസ് വെൽ ആസ് സ്ട്രെസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ലിമിറ്റ് സ്റ്റേറ്റിന് രണ്ട് രീതിയിലുള്ള ലിമിറ്റ് സ്റ്റേറ്റ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഒന്ന് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ്, ദെൻ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി. അതായത് ഈ ഒരു സ്ട്രക്ചർ അതിൻ്റെ ലൈഫ് ടൈമിൽ ഒരിക്കലും ആ ഒരു ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിലോട്ടോ ലിമിറ്റ് സ്റ്റേറ്റ്സ് ഓഫ് സർവീസബിലിറ്റിയിലോട്ടോ എത്തുന്നില്ല. രണ്ട് ലിമിറ്റ് സ്റ്റേറ്റ്സും അതെന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ലിമിറ്റ് സ്റ്റേറ്റും ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ. രണ്ട് ലിമിറ്റ് സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്നുണ്ട്, കൊളാപ്സോ സർവീസബിലിറ്റിയോ അതിൽ വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അസംഷൻ. ഇനി ലിമിറ്റ് സ്റ്റേറ്റ്സ് ഓഫ് കൊളാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൊളാപ്സ് ഓഫ് ദ സ്ട്രക്ചർ മേ ബി ഡ്യൂ ടു ഫ്ലക്ചർ, കംപ്രഷൻ, ഷിയർ ഓർ ടോർഷൻ. ഇനി ലിമിറ്റ് സ്റ്റേറ്റ്സ് ഓഫ് സർവീസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ it concerns with functioning of the structure, its appearance or comfortness of the people, not the safety of the people. So serviceability എന്ന് പറയുമ്പോൾ appearance of the structure ആണ് ഇമ്പോർട്ടൻസ്. ലിമിറ്റ് സ്റ്റേറ്റ്സ് ഓഫ് കൊളാപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സേഫ്റ്റി ഓഫ് ദി പീപ്പിൾ ആണ്. അതായത് അതിൽ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സേഫ്റ്റിയാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. ദാറ്റ് ഈസ് കൺസിഡേർഡ് ഇൻ ലിമിറ്റ് സ്റ്റേറ്റ്സ് ഓഫ് കൊളാപ്സ്. പക്ഷേ ലിമിറ്റ് സ്റ്റേറ്റ്സ് ഓഫ് സർവീസബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ സ്ട്രക്ചറിൻ്റെ അപ്പിയറൻസിലുണ്ടാകുന്ന ഫോൾട്ടുകൾ എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ലോഡ് വേരിയേഷൻസ് അല്ലെങ്കിൽ എർത്ത് ചുഴലിക്കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിൻ്റെ അപ്പിയറൻസിൽ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ടിൽറ്റിങ്ങോ അതുപോലെ തന്നെ എന്തെങ്കിലും ഫൗണ്ടേഷൻ സെറ്റിൽമെൻറ്റോ എന്തെങ്കിലും ക്രാക്സുകളോ അതിൻ്റെ അപ്പിയറൻസിനെ ബാധിക്കുന്ന ഒരു ഡിഫോർമേഷൻസും ആ സ്ട്രക്ചറിന് ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ലിമിറ്റ് സ്റ്റേറ്റ്സ് ഓഫ് സർവീസബിലിറ്റി. ദെൻ limit states of serviceability, any deformations, damages, vibrations which affects the appearance of the structure. And limit states of collapse എന്ന് പറഞ്ഞാൽ safety of the structure or safety of the people is considered. ഈ ലിമിറ്റ് സ്റ്റേറ്റ്സിൽ ഇതിൻ്റെ സ്ട്രെയിൻ ലീനിയർലി വേരിയിങ് ആണ്. സ്ട്രെസ് എന്ന് പറയുന്നത് ഇനീഷ്യലി പാരാബോളിക്കും ദെൻ ഇവിടുന്ന് ഒരു കോൺസ്റ്റൻറ്റ് സ്ട്രെസ് ആണ്. അതായത് ഫർദർ സ്ട്രെയിൻ കൂടുമ്പോഴും സ്ട്രെസ് ലെവൽ കോൺസ്റ്റൻ്റ് ആണ്. ആ സ്ട്രെയിനിനെ പറയുന്ന പേരാണ് 0.2%. ഓക്കെ, 0.2% സ്ട്രെയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ബിക്കേം കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പയർ വർക്കിംഗ് സ്ട്രെസ് ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്നുള്ളത് ലാസ്റ്റ് നമ്മൾ എല്ലാം എഴുതി കഴിഞ്ഞ് ലാസ്റ്റ് ഇതും കൂടി എഴുതി കഴിയുമ്പോഴേ അത് ഫിനിഷ് ആവുന്നുള്ളൂ. സോ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോൺക്രീറ്റ് ഇസ് ഇലാസ്റ്റിക് എന്നുള്ള ഒരു അസംഷനിലാണ് തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്സ് ലീനിയർ ആണ്, രണ്ട് കർവും ലീനിയർ ആണ്. പക്ഷെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിന് ലീനിയർ അല്ല, പാരാബോളിക് വന്ന് ദെൻ കോൺസ്റ്റൻ്റ് ആവുകയാണ് ചെയ്യുന്നത് സ്ട്രെസ് ബ്ലോക്ക്. ഇവിടെ ആക്ച്വൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റീലിൻ്റെയും കോൺക്രീറ്റിൻ്റെയും. ദെൻ ഇൻ ദിസ് മെത്തേഡ് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇസ് അപ്ലൈഡ് ടു ദ സ്ട്രെസ്. ഇവിടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇസ് അപ്ലൈഡ് ടു ബോത്ത് സ്ട്രെസ് ആൻഡ് ലോഡ്. ഇനിയോ പിന്നെ നമുക്ക് പറയുന്നത് എക്സാക്ട് മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് നോൺ ആൻഡ് ഹിയർ എക്സാക്ട് മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് നോൺ. ഓക്കെ, ഇവിടെ നമുക്ക് എക്സാക്ട് മാർജിൻ ഓഫ് സേഫ്റ്റി ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ് സ്ട്രെങ്ത് ഓഫ് ദി സ്ട്രക്ചർ എടുക്കുന്നില്ല. ഇപ്പോൾ സ്റ്റീലിൻ്റെ ആണെങ്കിലും കോൺക്രീറ്റിൻ്റെ ആണെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് ക്യാരിയിങ് കപ്പാസിറ്റി നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ എടുക്കുന്നില്ല. ലിമിറ്റ് സ്റ്റേറ്റിൽ കുറച്ചും കൂടി എടുക്കുന്നുണ്ട്. ക്യാരിയിങ് കപ്പാസിറ്റി നമ്മൾ കുറച്ചും കൂടി എടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്കറിയാം. ഇനി ദിസ് മെത്തേഡ് ഗിവ്സ് തിക്കർ സെക്ഷൻസ് ലെസ് എക്കണോമിക്കൽ ആൻഡ് ദിസ് മെത്തേഡ് ഇസ് മോർ എക്കണോമിക്കൽ ആസ് ഇറ്റ് ഗിവ്സ് തിന്നർ സെക്ഷൻസ് അല്ലേ. മോർ നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഫുൾ കപ്പാസിറ്റി എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റീൽ കൊണ്ട് തന്നെ ചിലപ്പോൾ ആ ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കോൺക്രീറ്റിൻ്റെ മേജർ ഫുൾ സ്ട്രെങ്ത് എടുക്കുകയാണെങ്കിൽ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ അത്രയും ലോഡ് എടുക്കാൻ നമുക്ക് ഒരു ചെറിയ സെക്ഷൻ ക്രോസ് സെക്ഷൻ മാത്രം മതിയായിരിക്കും. അപ്പോൾ എന്താണ് അവിടെ അതിൻ്റെ തിന്നർ എക്കണോമിക്കൽ സെക്ഷൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ. ഇനി പെർമിസിബിൾ സ്ട്രെസ്സസ് ആൻഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആർ നോൺ, സോ ഇറ്റ് ഈസ് കോൾഡ് എ ഡിറ്റർമിനിസ്റ്റിക് മെത്തേഡ്. ഇവിടെ നമുക്ക് and this method is based upon the probabilistic approach which depends upon the actual data or experience, hence it is called a non-deterministic. So limit state എന്ന് പറയുന്നത് non deterministic ആണ്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയുന്നത്
ഡിറ്റർമിനിസ്റ്റിക് മെത്തേഡാണ്. ദെൻ നമുക്ക് ലാസ്റ്റ് വരുന്നത് പെർഫോമൻസ് ബേസ്ഡ് ഡിസൈനാണ്. പെർഫോമൻസ് ബേസ്ഡ് ഡിസൈൻ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ്. സോ ദിസ് ഡിസൈൻ ഡിപ്പെൻഡ്സ് അപ്പോൺ the way in which the building is likely to perform under a given event its design reaches certain predefined stages. അതായത് ഇവിടെ നമ്മളിപ്പോൾ ഒരു എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയയിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു എർത്ത്ക്വേക്കിൽ ആ ബിൽഡിംഗ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ വേറൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സെയിം എർത്ത്ക്വേക്ക് എന്ന് പറയുന്നൊരു ക്രൈറ്റീരിയനെ വെച്ചിട്ട് നമ്മൾ വേറെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ പ്രീവിയസ് ബിൽഡിങ്ങിൻ്റെ ബിഹേവിയർ എടുക്കും. ഇതുപോലെ സെവറൽ ടൈംസ് ഒരു ബിൽഡിംഗ് ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നത് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് ഇൻഡീസസ് അതിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നതാണ് റിക്വയർഡ് പെർഫോമൻസ് ഇൻഡീസസ്. ഓക്കെ, so this design criteria are developed in the form of performance objectives or required performance indices. Then performance based design is very sophisticated approach and needs a lot of field data and understanding. എന്നുവെച്ചാൽ ഫീൽഡിലുള്ള റിയൽ ഒബ്സർവേഷൻസ് എടുത്തിട്ട് അതിൽ നിന്നും കുറച്ച് ഇൻഡീസസ് ഡിറൈവ് ചെയ്തതിന് ശേഷം അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഡിസൈനിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരു പുതിയ സ്ട്രക്ചർ അതേ കണ്ടീഷനിൽ കൺസ്ട്രക്ട് ചെയ്യുക. ദാറ്റ് ഈസ് പെർഫോമൻസ് ബേസ്ഡ് ഡിസൈൻ. ഓക്കെ, ഇതാണ് ഏറ്റവും അഡ്വാൻസ്ഡ്. ഈ യൂറോ കോഡും ന്യൂസിലാൻഡ് കോഡുമാണ് പെർഫോമൻസ് ബേസ്ഡ് ഡിസൈനിൻ്റെ 2 കോഡുകൾ. സോ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ബ്ലോക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടും അതിൻ്റെ ഡെറിവേഷൻസ്, ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്, അതുപോലെ തന്നെ മൊമെൻറ്റം, അൾട്ടിമേറ്റ് മൊമെൻറ്റ്, ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്, അതുപോലെ തന്നെ ഏരിയ ഓഫ് സ്റ്റീലിൻ്റെ കാൽക്കുലേഷൻ, ക്രോസ് സെക്ഷൻ ഡയമെൻഷൻസിൻ്റെ കാൽക്കുലേഷൻ, അതിൻ്റെയൊക്കെ കുറച്ച് പ്രോബ്ലംസും ബാക്കി അതിൻ്റെ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.